രാം നാരായണ റാം. ഭൂമിയിൽ വ്യക്തിഗത ഉടമസ്ഥാവകാശം ഇല്ലെങ്കിൽ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ ഒന്നുമില്ലെന്ന് കരുതും. ആളുകൾ വ്യക്തിഗത ഉടമസ്ഥാവകാശത്തിൽ അകപ്പെട്ടുപോയി അതിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഒന്നു ചിന്തിച്ചു നോക്കൂ, വ്യക്തിഗത ഉടമസ്ഥാവകാശം തന്നെയാണോ ശരിയായ മാർഗം കാണിച്ചു തരുന്നത്? മരിച്ച ശേഷം ഒരുവൻ വ്യക്തിഗത ഉടമസ്ഥാവകാശം, വിദ്യാഭ്യാസം, സമ്പത്ത്, ആസ്തി ഒന്നും കൊണ്ടുപോകുന്നില്ല. അവൻ ശൂന്യഹസ്തനായി മടങ്ങുന്നു. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ശൂന്യഹസ്തനായാണ് ജനിക്കുന്നത്. എത്രയോ മതങ്ങളിലെ കുഞ്ഞുങ്ങൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവർ ഒരു മതത്തിൻ്റെ പേരുമെടുക്കാതെ കരഞ്ഞുകൊണ്ടാണ് ജനിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും മതങ്ങൾ ഭൂമിയിൽ എവിടെ നിന്ന് വന്നു? ഏകദേശം 400 മതങ്ങളുള്ളപ്പോൾ അവയുടെ നേതാക്കളോട് ചോദിച്ചാൽ നമ്മുടെ യഥാർത്ഥ ദൈവം, അല്ലാഹ്, പരമാത്മാവ് എവിടെയാണെന്ന് അവർക്ക് പറയാൻ കഴിയില്ല. ആകാശം തന്നെയാണ് നമ്മുടെ യഥാർത്ഥ വീട്, അതാണ് നമ്മുടെ യഥാർത്ഥ മാതാപിതാക്കൾ. ജനങ്ങൾ ഈ സത്യം എപ്പോൾ മനസ്സിലാക്കും? മതവിശ്വാസത്തിൻ്റെ അന്ധത എത്രകാലം തുടരും? അത് അധികനാൾ നിലനിൽക്കില്ല. അല്ലാഹ്, ഭഗവാൻ, പരമശക്തൻ ഈർക്കുന്നവയ്ക്ക് ഒരേ പേര് മാത്രം, രാം നാരായണ റാം. ഇവിടത്തെ രാം എന്നത് ദശരഥന്റെ പുത്രൻ രാമനെ സൂചിപ്പിക്കുന്നതല്ല, എന്നാൽ ആകാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആകാശത്തിൽ ജനിച്ച ഓരോ ജീവിയും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നാരായണൻ ആകുന്നു. അവസാനം രാം എന്നത് നമ്മളെ, മരങ്ങളെയും മൃഗങ്ങളെയും പ്രകൃതിയെയും സൂചിപ്പിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എണ്ണാൻ ഒരാളും കഴിയില്ല. അതുകൊണ്ടുതന്നെ ആകാശം തന്നെയാണ് നമ്മുടെ യഥാർത്ഥ മാതാപിതാക്കൾ, അതാണ് ആരംഭവും അന്തവുമാണ്. നിങ്ങൾ രാം നാരായണ റാം ചിന്തിച്ചാൽ അതാണ് നിങ്ങളോട് സംസാരിക്കുക, നിങ്ങളെ കേൾക്കുക, നിങ്ങളെ മനസ്സിലാക്കുക. നിങ്ങളുടെ വിവേകമാണ് നിങ്ങളുടെ ദൈവം, അല്ലാഹ്, ഈശ്വരൻ. അതിനാൽ നിങ്ങളുടെ വിവേകത്തെ കേൾക്കുക, അതിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക. ആകാശം തന്നെയാണ് കുട്ടികളെ ജനിപ്പിക്കുന്നത്. മാതാപിതാക്കൾ ഒരു മാർഗം മാത്രമാണ്. ഞങ്ങൾ എവിടുന്നോ വന്നത്, അതെനിക്കുള്ളിലുണ്ട്. ഈ ലോകത്തെ സൃഷ്ടിച്ച ശക്തി നമ്മുടെ ഉള്ളിലാണ്. എന്നാൽ നാം അതിനെ അവഗണിച്ച് മനുഷ്യൻ സൃഷ്ടിച്ച മതങ്ങളുടെ പിന്നാലെ ഓടുന്നു. നിങ്ങൾ മുന്നോട്ടു പോകണമെങ്കിൽ നിസർഗിക മതത്തെ സ്വീകരിക്കണം. രാം നാരായണ റാം ജപിക്കുക, ധ്യാനം ചെയ്യുക, മനസ്സിൽ ആലോചിക്കുക. ഇതെല്ലാം തുടർച്ചയായി ചെയ്യുക.